കോഴിക്കോട് തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിലെ വിമത നീക്കം കൂടുതൽ ശക്തമാവുന്നു. കേഡേഴ്സ് മീറ്റ് 25 എന്ന പേരിൽ വിമത വിഭാഗം പ്രകടനവും കൂട്ടായ്മയും നടത്തി. പാർട്ടിയുടെ അച്ചടക്കം ആര് ലംഘിച്ചാലും കർശന നടപടിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് തിരുവമ്പാടി പഞ്ചായത്തിലെ മുസ്ലിം ലീഗിൽ വിഭാഗീയത കടക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ലീഗ് വിമതരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധ റാലിയും കൂട്ടായ്മയും നടന്നു. തിരുവമ്പാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കിയവരുടെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. തിരുവമ്പാടി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിലായിരുന്നു യോഗം. നിലവിലെ തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും തിരുവമ്പാടി GCC KMMCCയുടെ പേരിൽ നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ കുടുംബസംഗമം സംഘടിപ്പിച്ചതിന് ലീഗ് പുറത്താക്കിയ KA അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലാണ് വിമതരുടെ കൂട്ടായ്മ നടന്നത്. കേഡേഴ്സ് മീറ്റ് 25 എന്ന പേരിൽ മുസ്ലിം ലീഗിന്റെ കൊടി ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു പ്രകടനവും യോഗവും. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം കമ്മിറ്റിയായി തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി CK കാസിമിന്റെയും PG മുഹമ്മദിന്റെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റി മാറിയിട്ടുണ്ട് എന്നതിന്റെ ഒരു തെളിവാണ്. ഇന്നും സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പ്രതികരിച്ച ആളുകൾ പാർട്ടിക്കുള്ളിൽ നിൽക്കുകയും മാന്യമായി ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നീതി നടപ്പിലാക്കാൻ പ്രതികരിച്ച ഞങ്ങളെ പാർട്ടിക്ക് പുറത്തിരുത്തി 8 മാസത്തോളമായി. എന്നാൽ തിരുവമ്പാടിയിലെ ലീഗ് വിമതർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ഒരു വിമത പ്രവർത്തനത്തെയും അനുവദിക്കില്ലെന്നും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുന്നറിയിപ്പ് നൽകി. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആര് സ്വീകരിച്ചാലും നടപടി ഉണ്ടാകുമെന്നും തങ്ങൾ വ്യക്തമാക്കി. ഒരു വിമത പ്രവർത്തനവും എവിടെയും അനുവദിക്കുകയില്ല. ഇനിയിപ്പോൾ ഇലക്ഷൻ ഇയറാണ് വരാനിരിക്കുന്നത്. പഞ്ചായത്ത് ഇലക്ഷൻ വരാനുണ്ട്, അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട്. അവിടെയൊക്കെ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകന്മാർ ചെയ്യേണ്ടത്. പാർട്ടി നേതൃത്വവും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകും. ഏറെ നാളായുള്ള തിരുവമ്പാടിയിലെ വിമത പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന കമ്മിറ്റി പാറക്കൽ അബ്ദുള്ള, അബ്ദുറഹിമാൻ രണ്ടത്താണി എന്നിവരെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിമതരുടെ ഇന്നത്തെ യോഗമെന്നതും ലീഗ് സംസ്ഥാന നേതൃത്വം ഗൗരവത്തോടെ കാണുന്നുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.